വായിൽ ചുറ്റിക്കഴുത്തിൽ കെട്ടിവെക്കും തട്ടം. ഷാറൂഖ് ഖാൻ്റെ കൂടെ ഒരു 3 days വീഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ലാൽ സാറിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു ഷോൻ്റെ DOP ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹായ് ഹലോ, ഇറ്റ്സ് മീ അശ്വതി ഫ്രം GTV. പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ള ഒരു വിശിഷ്ട വ്യക്തി റിയാസ് തിരൂറാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. നമസ്കാരം. എഡിറ്റിങ്, ക്യാമറ എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി ക്യാമറയുടെ പിന്നിൽ നിൽക്കാതെ എന്തുകൊണ്ടാണ് മുന്നിലോട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരാനായി ശ്രമിക്കാത്തത്? എന്തുകൊണ്ടാണ്? താല്പര്യനെ കാണിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഒരു 20 വർഷം മുമ്പൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ആൽബങ്ങൾ അഭിനയിച്ചിരുന്നു ആ ഒരു സമയത്ത്. അന്ന് ഇത്രയും ആൽബങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഒഴുക്കില്ലാത്തൊരു സമയമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സിറ്റി ചാനൽ അങ്ങനെ ഒരു സമയത്ത് ഒരു 3-4 ആൽബത്തിൽ അന്ന് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഒരു മെയിൻ എന്ന് പറയുന്നത് ക്യാമറ എന്ന് പറയുന്ന സംഭവം തന്നെ ആയിരുന്നു. അങ്ങനെയാണ് ക്യാമറയിലേക്ക് വന്നത്. നാട്ടിൽ അത്രയും ആക്റ്റീവായിട്ട് പാഷനായിട്ട് ക്യാമറ എഡിറ്റിങ്ങൊക്കെ കൊണ്ടു കിടന്നിട്ട് പെട്ടെന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ശരിക്ക് പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ തള്ളിവിടുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടെന്ന്. നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ആ ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ള, ഇവിടെ നിന്നാൽ ഒന്നും ആവില്ല. ആ സമയത്തൊക്കെ ഒരുപാട് ആൽബങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൽബങ്ങൾ ചെയ്തിരുന്നു. നീ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക്കൽ ആൽബമൊക്കെ ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ ആ സമയത്ത് വെഡ്ഡിങ് കഴിഞ്ഞു, പിന്നെ നമ്മൾ നേരിട്ടിട്ട് ഗൾഫിലേക്ക് വരികയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഗൾഫിൽ വന്നിട്ടും ഇതേ ജോലി എനിക്ക് മേഖലയിലേക്ക് വരാനും പറ്റി, ഇതേ ജോലി തന്നെ എനിക്ക് പിന്തുടരാനും പറ്റി എന്നുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ വന്നിട്ട് ചെയ്ത പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ വന്ന ശേഷം ഷാറൂഖ് ഖാൻ്റെ കൂടെ ഒരു 3 days വീഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ലാൽ സാറിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു ഷോൻ്റെ DOP ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ലാൽ സാറിൻ്റെ ആശീർവാദിൻ്റെ ഓഫീസിൻ്റെ ആ ഒരു സമയത്ത് ഇനാഗ്രേഷൻ മീഡിയ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ DCയുടെ ഇപ്പോൾ ബുക്ക് ഫെയറിൻ്റെ അങ്ങനെയുള്ള ഒരു, ശരിക്കും വന്നാൽ നമ്മുടെ നാട്ടിനേക്കാൾ ഓപ്പർച്യൂണിറ്റി ശരിക്കും ഗൾഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല ക്യാമറകളും വർക്ക് ചെയ്യാനുള്ള വലിയൊരു സാഹചര്യം തന്നെ ഇവിടെ ദുബായിലുണ്ട്. നമുക്ക് അതിവിടെ സാധിക്കുകയുള്ളൂ. നാട്ടിലൊരു ക്യാമറയുടെ പിന്നാലെ 4-5 ആൾക്കാർ വരും. ഇവിടെ ഒരു ക്യാമറ പിന്നാലെ ആരും വരില്ല. അതെല്ലാം നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. കനോണിൻ്റെ ഒരു വർക്ക് എനിക്ക് ഒരു ഹോസ്പിറ്റൽ ഇതിൽ വർക്ക് ചെയ്യാൻ സാധിച്ച സമയത്ത് കനോണിൻ്റെ പല ക്യാമറകൾ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടുന്ന് കിട്ടിയ ഭാഗ്യമാണ്, അത്ര എക്സ്പീരിയൻസും. റീസെൻ്റായിട്ട് ചെയ്തത് ഏതൊക്കെയാണ്? റീസെൻ്റായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളതൊരു 12ഓളം ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിൻ്റെ എഡിറ്റിങ്ങും വിഷ്വലും ചെയ്തു. അത് ഫ്രാൻസിസ് ക്രിസ്റ്റി പോയി എന്ന് പറയുന്ന എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട് കൂടെയാണ് അത് ലിറിക്സ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായ വരികളാണ്. അതിന് സംഗീതം ചെയ്തിട്ടുള്ളത് ഒരു ഫ്രണ്ടാണ്, സതീഷ് ജോസഫ്. പിന്നെ രാജീവ് കോടമ്പള്ളി ചെയ്ത കുറച്ച് മുമ്പത്തെ വർക്കുകളോട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10-13ഓളം പാട്ടുകളുണ്ട്. പ്രശസ്തരായ ഗായകരാണ് അതിൽ പാടിയിട്ടുള്ളത്. റിയൻ സാറ് പാടിയിട്ടുണ്ട്, MG സാറ് പാടിയിട്ടുണ്ട്, സിതാര, കസ്റ്റർ, സേതാമോഹൻ, വിൽസ്രാജ്. ലാസ്റ്റിൽ ചെയ്തൊരു വർക്ക് വിൽസ്രാജിൻ്റെ ഒരു പാട്ടാണ്. അതിനുശേഷം അതേ സെയിം വർക്ക് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് സോങ് ആക്കിയിട്ട് വളരെ രസമായിട്ട് തന്നെ അതിൻ്റെ വിഷ്വൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി യൂട്യൂബിലുണ്ട്. ഇതിൽ നിന്നൊക്കെ എൻ്റെ ഒരു ഡിഫറെൻ്റായിട്ട് ഞാനൊരു കാര്യം കേട്ടു. താങ്കളുടെ വൈഫിന് വേണ്ടിയിട്ട്, അതായത് ലവ് മാരേജ് ആയിരുന്നു, അപ്പോൾ വൈഫിന് വേണ്ടി തന്നെ ഒരു പാട്ട് എഴുതി. ഞാൻ കല്യാണം കഴിച്ചത് ബത്തേരിയിൽ നിന്നാണ്, വയനാട്ടിൽ നിന്ന്. അപ്പോൾ പ്രണയവിവാഹമായിരുന്നു. വർക്ക് സംബന്ധമായിട്ടുള്ളൊരു ബേസിലാണ് ഞാൻ എൻ്റെ വൈഫിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 5-8 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ പാട്ട് എഴുതുന്നത്. ആ പാട്ട് എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സുബ്രു തിരൂർ എന്ന് പറഞ്ഞാൽ. ആദ്യം പഠിച്ചത് തറ, പിന്നെ എങ്ങനെ നന്നാവാനാന്ന് പറയുന്നത് ആ പാട്ടൊക്കെ എഴുതിയ ഒരു ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വേദികൾ ഒരുപാട് സഞ്ചരിച്ചൊരു സമയത്താണ് ആ ഒരു പാട്ട് എഴുതുന്നത്. പ്രണയവും വിവാഹവും എല്ലാം കൂടെ സന്തോഷമായിട്ടിരിക്കുന്നു. 3 കുട്ടികളാണ്. മോന് +2 കഴിഞ്ഞു,
പിന്നെ മോള്, പിന്നെ അതിൻ്റെ ചെറുതൊരു മോള്. ഇപ്പോൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മേഖല ക്യാമറയും ക്യാമറ എഡിറ്റിങ്, പിന്നെ ആൽബം സോങ്ങിലൊക്കെ അഭിനയിച്ചിരുന്നതായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ആൽബത്തിലേക്ക് അഭിനയിക്കാൻ വന്നത് ഞാൻ ക്യാമറ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ശരിക്കും ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. കാരണം എൻ്റെ ബോസ് ജമാൽ എന്ന് പറയുന്നൊരു ക്യാമറാമാനായിരുന്നു. നമ്മൾ ചില ആഗ്രഹങ്ങളുണ്ടാവില്ല, നമ്മൾ ഒരു സംഭവം കാണുമ്പോൾ അതിലേക്കൊരു ആകർഷണീയത തോന്നിയിട്ടാണ് ശരിക്കും ഞാൻ ക്യാമറ പഠിക്കാൻ വരുന്നത്. അങ്ങനെയാണ് ക്യാമറമാൻ ആവണം. പിന്നെ ശരിക്കും ഒരു ക്യാമറമാൻ ഒരു എഡിറ്റർ ആവണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം നമ്മളൊരു ഷോട്ട് എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് അത് ഫ്രെയിമിൽ എങ്ങനെ വരുമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ക്യാമറ മസ്റ്റായിട്ട് ഒരു എഡിറ്ററും കൂടെ ആയിരിക്കണം. അങ്ങനെയാണ് എഡിറ്റിംഗ് കൂടെ ഞാൻ പഠിച്ചത്. മിമിക്രി എന്നുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മിമിക്രി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലേ? ഏതെങ്കിലും റിയാലിറ്റി ഷോ അങ്ങനെ ഏതെങ്കിലും? അല്ല, മിമിക്രി ശരിക്കും ഒരു 20 വർഷമൊക്കെ മുമ്പ് ഞാൻ SLC ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു തിരൂർ. സാഗരിക എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ തുഞ്ചൻ കലാഭവൻ, അങ്ങനെ കുറച്ച് മിമിക്രി. ആ സമയത്ത് ഇത്രയും സ്റ്റേജുകളില്ലല്ലോ അന്ന്. ഇപ്പോഴെല്ലാവർക്കും വേദികളുണ്ട്, ഒരുപാട് നമുക്ക് പെട്ടെന്ന് തന്നെ അവസരങ്ങൾ ഒരുപാടുണ്ട്. അന്നത്തെ കാലത്തില്ല അത്. അന്ന് ശരിക്കും ഞാനൊന്ന് അനുകരിച്ചിരുന്നത് NN പിള്ളയെ അനുകരിച്ചിരുന്നു. അതേപോലെ ശരിക്കും പറഞ്ഞ ബാബു ആൻ്റണിനെ ഫസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന്. ഓക്കെ, ഞാൻ NN പിള്ളയെന്ന് പറഞ്ഞു. എല്ലാം മറക്കണം അല്ലേടോ, മറകാടോ മറക്കാം. എന്തൊക്കെയാടോ ഞാൻ മറക്കണ്ടേ? എൻ്റെ ഭാര്യ, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ മുമ്പിൽ കിടന്ന് വടഞ്ഞ് മരിച്ചു കൊടുക്കണം. മറക്കാടോ മറക്കാം. പിന്നെ ബാബു ആൻ്റണിനെ അന്ന് അനുകരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിക്കും ഈ ഒരു സമയത്തിൻ്റെ ശബ്ദം ശരിയാവുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. നരേന്ദ്രൻ, കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയുടെ തൻ്റെ ഇടമുള്ള മകൻ നരേന്ദ്രൻ. അന്ന് നിങ്ങൾ ആ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയെയാണ്. വിട്ടുതരില്ല ഞാൻ. ഇതിൻ്റെ അവകാശവും പറഞ്ഞ് ഒരമ്മാവന്മാരും ഈ പടി ചവിട്ടരുത്. എല്ലാ മേഖലയിലും അപ്പോൾ ചെറുതായെങ്കിലും ഒന്ന്. ശരിക്കും എനിക്ക് കല എന്ന് പറയുന്നതും ഭയങ്കര ആഗ്രഹമുള്ളത്. സ്റ്റേജ് എന്ന് പറയുന്നത് വലിയൊരു ആവേശമായിരുന്നു. ഇന്നിപ്പോൾ എനിക്കൊരു സഭാകമ്പം ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ. ഞാൻ സ്റ്റേജ് ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ക്യാമറ എന്ന് പറയുന്നത് കലാപരമായിട്ട് കഴിവുകളുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടം. കൂടുതലും ക്യാമറ, ഡയറക്ഷൻ, എഡിറ്റിങ്. റിയാസൊക്കെ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഇക്കയുടെ ലൈഫുമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്നുള്ള ഒരു എന്താണ് അതിൻ്റെ റിയാലിറ്റി? ശരിക്കും ഞാൻ ഒരു സമയത്ത് ഭയങ്കര വർക്കുള്ള സമയമായിരുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി വന്നൊരു സമയമായിരുന്നു അത്. ആ സമയത്ത് ആ വർക്കൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന അതേ ദിവസം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് തലേ ദിവസം പാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അന്നത്തെ ദിവസം പാക്ക് ചെയ്തിട്ട് പോകുന്നവരായിരിക്കും. ഞാനെല്ലാം പാക്ക് ചെയ്ത സമയത്ത് എൻ്റെ പാസ്പോർട്ട് മിസ്സിങ് ആണ്. എനിക്ക് ഫ്ലൈറ്റിൽ ടൈമിംഗ് ആയി, ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു. ലാസ്റ്റ് എനിക്ക് പാസ്പോർട്ട് കിട്ടി. പക്ഷെ ആ പാസ്പോർട്ട് കിട്ടിയ കഥ ശരിക്കും ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടാണ് ഞാനത് ചിന്തിക്കുന്നത്. ഒരു ഷോർട്ട് മൂവി ആക്കാൻ പറ്റിയൊരു എൻ്റെ ലൈഫിൽ തന്നെയുള്ളൊരു സ്റ്റോറിയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോർട്ട് മൂവി ആക്കി. പാസ്പോർട്ട് കിട്ടിയ ആ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും യൂട്യൂബിൽ പോയിട്ട് പാസ്പോർട്ട് എന്ന് പറഞ്ഞ മൂവി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിന് ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് റിയാസിക ചെയ്ത വർക്ക് ഏതാണ്? ഞാൻ ഇപ്പോൾ 2 പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഔട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അതിൻ്റെ സുബ്രുവാണ് അതിൻ്റെ ലിറിക്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് കാനോത്ത് എന്ന് പറയുന്ന ഒരു പാട്ടാണ്. പിന്നെ പട്ടം. ശരിക്കും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട വരികളെന്ന് പറഞ്ഞാൽ പ്രാസ് ഒപ്പിച്ചിട്ട് നന്നായിട്ട് എഴുതും. അങ്ങനെയുള്ളൊരു പാട്ടാണ്. നൂലിൽ കെട്ടി വാനിൽ പൊക്കി പറത്തും പട്ടം, തലയിൽ ചുറ്റി കഴുത്തിൽ കെട്ടി വെക്കും തട്ടം, അതിനുള്ളിൽ അവളുടെ സുന്ദരമുഖം ഒരു വട്ടം, അത് കണ്ടെനിക്ക് തോന്നി അവളിൽ വല്ലാത്തൊരിഷ്ടം. അങ്ങനെ ഒരു ഒരു ടം പാട്ടാണ് അത്. പിന്നെ കാനോത്ത് എന്ന് പറയുന്നത് ഹൂറി നീ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. നല്ല നല്ല വരികളാണ്. അതിലെ 4 വരി ഞാൻ പാടാം. ഹൂറി നീ എന്ന് എനിക്ക് തന്നു മനസ്സൊരു വാക്ക്, സുബ്ഹ് ബാങ്കിൻ ഒലിയിൽ കണ്ട കിനാവിലെ സത്യമുറപ്പ്.
മഹറും കൊണ്ട് കൂടെ നടക്കണ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മുഹബത്ത്. നീ എൻ്റെ നീയത്ത്, എനിക്കുള്ള ബർക്കത്ത്, ഉറപ്പിച്ചു കാനോത്ത്. അങ്ങനെയാണ് വരികൾ തുടങ്ങുന്നത്. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും വേണമെങ്കിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ അത് തെളിയിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇത്രയും നേരം റിയാസിക്കയുടെ വിലപ്പെട്ട സമയം നമ്മുടെ GTV പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ച റിയാസിക്കക്ക് ഒരുപാട് നന്ദി. GTV പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ മൊത്തം ക്രൂവിൻ്റെ പേരിലും ആ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. റിയാസിക്ക, GTV പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. കാരണം അറിയപ്പെടാത്ത കലാകാരന്മാരെ GTV കൊണ്ടുവരുന്നുവെന്ന് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ ശരിക്ക് വേദിയിലേക്ക് വരാത്തവരുണ്ട്. അതായത് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പരിചയപ്പെടുത്തുന്നതിൽ GTVയുടെ പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഇവിടെയുള്ള കലാകാരന്മാർക്ക്. വിജയിക്കട്ടെ, എല്ലാ ആശംസകളും. പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാം അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു തുടക്കമായിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ് ഫ്രം GTV. താങ്ക് യു. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ. കെട്ടി വാനിൽ പൊക്കി പറത്തും പട്ടം, തലയിൽ ചുറ്റി കഴുത്തിൽ കെട്ടി വെക്കും തട്ടം, അതിനുള്ളിൽ അവളുടെ പുഞ്ചിരിക്കും സുന്ദരമുഖമൊരു വട്ടം. അത് കണ്ടെനിക്കേതോ നീ അവളിൽ വല്ലാത്തൊരിഷ്ടം, വല്ലാത്തൊരിഷ്ടം. നൂലിൽ കെട്ടി വാനിൽ പൊക്കി പറത്തും പട്ടം, തലയിൽ ചുറ്റി കഴുത്തിൽ കെട്ടി